ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഇതിൽ കാണുന്ന പോലെ ഒരു ചുരിദാറിൻ്റെ കൈ അറ്റാച്ച് ചെയ്യുന്നതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണിത്. ഇതിൻ്റെ കൈ എങ്ങനെയാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നമുക്ക് അതെങ്ങനെ അറ്റാച്ച് ചെയ്യാം, തെറ്റാതെ റോങ്ങായി ചെയ്യാതെ ശരിക്കും കറക്റ്റായിട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് ഇവിടെയൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതിനിടയ്ക്കിടയ്ക്ക് ഞാൻ ടിപ്സുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഈ പറയുന്നതിൽ പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഇത് എളുപ്പമായിരിക്കും. ഇത്തിരി ടൈം എടുക്കുമെങ്കിലും ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് നമുക്ക് കൈ ചേർത്ത് തയ്ക്കാനായിട്ട് പറ്റും. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ കൈ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് ഇതുപോലെ കൈ നമുക്ക് ഒരു 1/4 ഇഞ്ചിൻ്റെ കൂടെ ഒരു പോയിൻ്റ് അകലത്തിൽ ഇതുപോലെ നമ്മൾ തയ്ച്ച് ചേർക്കാനുള്ളതായ ലൈന് ഒരേപോലെ നമ്മൾ വരച്ച് ചേർക്കുകയാണ്. വരച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോക്കൊണ്ട് മാർക്കിടുകയാണെങ്കിൽ നമുക്ക് ആ ലൈനിൽ കൂടെ തന്നെ തയ്ക്കാൻ പറ്റും. ഞാൻ തയ്ക്കുമ്പോൾ അങ്ങോട്ടും കയറുമോ ഇങ്ങോട്ട് കയറുമോ ഒന്നും ചെയ്ത് അതുപോലെ ചില സമയങ്ങളിൽ കൈയൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചേർക്കുന്ന സമയത്ത് ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതായിട്ടൊക്കെ ഇരിക്കും. അങ്ങനെ വരാതിരിക്കാൻ നമ്മളിതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിൻ്റെ ഈ കൈയുടെ ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടിയതാണേ. ഇങ്ങനെ വെട്ടിയതിന് ശേഷം ആ തയ്യൽ അപ്പുറത്തെ 2 സൈഡും ഒരേപോലെ മാർക്ക് ചെയ്യുക. എൻ്റെ തായ് കാണിക്കുന്ന ഭാഗത്തോടാണ് നമുക്ക് ഈ ജോയിൻറ്റ് വരുന്നത്, തയ്ച്ച് വരുന്നത്. ബോഡിയുമായിട്ട് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ സൈഡ് ചേർക്കുമല്ലോ, അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ആ ഭാഗം രണ്ടും ഇപ്പുറവും അപ്പുറവും ഒരേപോലെ ആയിരിക്കണം സ്റ്റിച്ച്. അല്ലെങ്കിൽ നമ്മൾ കൈ ചേർക്കുമ്പോൾ കൈയിൽ ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതുമായിട്ടിരിക്കും. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളുള്ള കൈ ആണെങ്കിൽ നമ്മുടെ ബോഡിയുമായിട്ട് ടോപ്പിൻ്റെ ഭാഗവും പാർട്ടുമായിട്ട് നമ്മൾ പിന്ന് വെച്ച് കുത്തി ആദ്യം അതിൻ്റെ സെൻറ്റർ എടുത്ത് കറക്റ്റായിട്ടുള്ള സെൻറ്റർ ഭാഗം എടുത്ത് പിന്ന് കുത്തുക. അതിനുശേഷം 2 സൈഡിലേക്കുള്ള ഭാഗങ്ങളെല്ലാം പിന്ന് കുത്തി വെക്കുക. അപ്പോൾ നമുക്ക് അധികമൊന്നും വരികയൊന്നുമില്ല, കറക്റ്റായിട്ട് വെട്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പതുക്കെ തയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കൈ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കെട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട, കാരണം അവിടെ ജോയിൻറ്റ് വരുന്നതല്ലേ. നമ്മളിപ്പോൾ ഇതൊക്കെ സ്ലോയിൽ തയ്ക്കണേ. സ്ലോയിൽ തയ്ച്ച് മുന്നോട്ട് വരുന്നതോറും ഓരോരോ പിന്നുകൾ ഊരി കൊടുക്കണം. നമ്മളെ മാർക്കിട്ടില്ലേ അതേ കൂടെ തന്നെ തയ്ച്ച് വരണേ. നല്ല കറക്റ്റായിട്ടിരിക്കുന്നത്, എല്ലാ സൈഡും ഒരുപോലെ തന്നെ ഇരിക്കുകയുള്ളൂ. തയ്യൽത്തുമ്പൊക്കെ ഒരേപോലെയൊക്കെ വരണ്ടേ. അങ്ങനെ തയ്ച്ച് ചേർക്കുകയാണിത്. തയ്ച്ച് ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള നമുക്ക് കിട്ടും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. ഇത് മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. നിങ്ങൾ അതുപോലെ തന്നെ എൻ്റെ കമൻസൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളുള്ളവർ കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. പിന്നെ എന്നെ കഴിയാവുന്ന മറുപടി ഞാൻ തരുന്നതായിരിക്കും. ആർക്കെങ്കിലും തയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ലൈക്ക് കൂടെ ഒന്ന് അടിച്ചേക്കണേ. മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗമുണ്ട് എന്നോട് കമൻറ്റ് സെക്ഷനിലൂടെ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തേക്കാം, അതിലൂടെ ചോദിച്ചാൽ മതി.
ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ആർക്കെങ്കിലും തയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നൈറ്റികൾ ആവശ്യമുള്ളവർ ഇതിനു മുമ്പ് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നത്. അങ്ങനെ നൈറ്റികൾ ആവശ്യമുള്ളവർ ഈ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. ഉണ്ടോ തയ്ച്ചപ്പോൾ ഒരേപോലെ തന്നെ. എനിക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള മെഷീനൊന്നുമില്ല, അതുകൊണ്ട് സൈഡൊക്കെ കൈ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടായിരിക്കുന്നത്. ഒരു ചുളിവോ ഒന്നുമില്ല. നമ്മൾ പിടിച്ച് വലിച്ചൊന്നും വെക്കുകയേ വേണ്ട. കറക്റ്റായിട്ട് തന്നെ കൈ നല്ല സ്യൂട്ടബിളായിട്ടിരുന്നോളും. നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് കൈയുടെ 2 ജോയിൻറ്റുകളുണ്ടല്ലോ, ബോഡിയും കൈയും കൂടെ ചേർത്ത ഭാഗം ഒരേപോലെ വരണം. അതിൻ്റെ തയ്യൽ തയ്ച്ച് വെച്ചിരിക്കുന്നതായ ആ സൈഡ് ഒരേ ഇത് വരണം. അതുപോലെ തന്നെ ഈ തയ്യലിൻ്റെ തുമ്പ് ഒരിക്കലും നമ്മൾ ബോഡിയോട് ഇങ്ങനെ ചേർത്ത് വെക്കരുത്. തിരിച്ച് കൈയുടെ ആ ഭാഗത്തേക്ക് വേണം തയ്ക്കുന്ന സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് വെക്കുവാനായിട്ട്. അതാണ് കറക്റ്റായിട്ടുള്ള രീതി. ഒരേപോലെ പിടിച്ച് വെച്ചതിന് ശേഷം വേണമെങ്കിൽ ആ കൈയുടെ ആ ജോയിൻ ചെയ്തില്ലേ അവിടെ ഒരു പിന്ന് കുത്തിയാൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. കൈ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുക. ഈ വീഡിയോ വായിച്ച എല്ലാവർക്കും നന്ദി.